അപ്പോൾ എല്ലാവരും നല്ല തിരക്കിലാവൂലേ? എല്ലായിടത്തും നനച്ചുള്ളി പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും, ചിലയിടത്ത് അവസാനിച്ചിട്ടുണ്ടാവും. അപ്പം നമ്മളിത് ഏകദേശമൊക്കെ അവസാനിച്ച് നമ്മളിങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയതാട്ടാ. ചുമരൊന്നും അങ്ങോട്ട് കാണാൻ വയ്യ. അപ്പോഴാണ് എൻ്റെ കയ്യിലൊരു സാധനം കിട്ടിയിട്ടുള്ളത്. ഇതുണ്ടാവും, ഇത് മാജിക്കൽ എറേസറാണ് കേട്ടോ. ഇതെന്താ വെച്ചാൽ ഇതിൻ്റെ പ്രത്യേകത, ഇത് നമ്മൾ സോപ്പോ അല്ലെങ്കിൽ വേറെ ലിക്വിഡോ ഒന്നും തേക്കണ്ട. ഇത് ജസ്റ്റ് ഈ കപ്പിൽ കുറച്ച് വെള്ളം എടുക്കുക, എന്നിട്ട് ഇതിൽ മുക്കുക. നമ്മളെ ചളിയുള്ള ഭാഗം ഉണ്ടാവുമല്ലോ ചുമരുമ്മലൊക്കെ, ഇവിടെ ഇങ്ങനെ നല്ലോണം കൊണ്ട് എത്തി കൊടുക്കുക. കണ്ടോ ചളി പോണോക്കി, കണ്ടോ എത്ര പെട്ടെന്നാ പോലെ. ഞാൻ അതിലൊന്നും തേച്ചിട്ടില്ല, സോപ്പോ അതുപോലെ സർഫോ അങ്ങനെയുള്ള ഒരു ലിക്വിഡ് ഒന്നും നമ്മൾ തേച്ചിട്ടില്ല. കണ്ടോ, ഇനി നമുക്ക് ഒന്നും കൂടി എന്ത് ചെയ്യാം, ഇതാ വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇതാ ഇങ്ങനെ നല്ലോണം നിങ്ങൾ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഫിനിഷിങ് ആവട്ടെ. ആ ഭാഗം, ആ ചളിയുള്ള ഭാഗം കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? ഇതാ അപ്പോൾ ആ ഭാഗം നോക്കി നമ്മൾ കാണിച്ചെന്ന ആ ഭാഗം നമ്മളൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. ആ ഭാഗം എന്തായി, മറ്റേതൊക്കെ പെയിൻ്റാണ് കേട്ടോ. ആദ്യം പോയതാണ് അവിടെ പെയിൻറ്റ്. അതേപോലെ ഇവിടെ എന്തോന്ന് കുട്ടികളെന്തോ തേച്ചതോ എന്തോ ആണ് കേട്ടോ. ഇവിടുത്തെ നോക്കി പോണത് കണ്ടോ, ഇത്ര പെട്ടെന്നാ പോയത്. ഇതാ ഇവിടെ ഉണ്ട് കണ്ടോ, ഈ ചെളി ഉണ്ടോ, കണ്ടോ പോയില്ലേ. അതുപോലെ ഇതിൻ്റെ മേലെ കണ്ട ഇവിടേക്കൊക്കെ ചെളി എന്തോ തെറിച്ചതാണ്. ഇതാ ജസ്റ്റ് ഒന്ന് നമ്മൾ വെള്ളം നനച്ചിട്ട് ഒന്നിതാ കണ്ടാ, ഇവിടുത്തെ ചെളിയൊക്കെ പോയി, ഫിനിഷായി അവിടെ കണ്ടാ. കണ്ടില്ലേ, ഇനി ഈ ചളി നോക്ക്, താഴെ ഭാഗത്ത് നമ്മളെ പുറം ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പെയിന്റ് ഒക്കെ കുറെ ഇളകിയിട്ടുണ്ട്. ഈ ചളി പോണോക്കി കണ്ടാ, ഇതാ ഇവിടൊക്കെ ഫിനിഷിങ് ആയി കണ്ടാ, കളറ് മാറിയതുണ്ടാ, പെയിന്റ് അടിച്ച പോലെ ആയി. അപ്പൊ ഈ മാജിക്കൽ എറേസർ ഇപ്പൊ നമ്മുടെ അടുത്തില്ല, ഒരുപാട് ഉണ്ടായിരുന്നു. നമ്മുടെ അടുത്തൊരു ബോക്സ് നിറയെ ഉണ്ടായിരുന്നു, നമ്മളെല്ലാവർക്കും കൊടുത്ത്. പിന്നെ നമ്മൾ തന്നെ വീട്ടിൽ ഓരോ ആവശ്യത്തിനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് ചുമര് മാത്രമല്ല കേട്ടോ, നമുക്ക് കുട്ടികളുടെ ഷൂ, ചെരുപ്പ്, ജനലിൻ്റെ ഗ്ലാസ്, ടേബിള്, എല്ലാ സാധനങ്ങളും. ചെളി എവിടെയാണോ പുരണ്ട് നിൽക്കുന്നത്, ടൈല്, ബാത്റൂമിൻ്റെ ടൈല്, പിന്നെ വാഷ് ബേസ്, ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇതുകൊണ്ട് കഴുകിയാൽ സൂപ്പറാണ്. ഈ സാധനം കൈ കിട്ടിയതിന് ശേഷം പിന്നെ ഞങ്ങൾ ഈ സാധനം ഉപയോഗിച്ചിട്ടാണ് എല്ലാം കഴുകിയത്. നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഇപ്പോൾ കണ്ടില്ല നിങ്ങൾ, ആ ചുമരിൻ്റെ വൃത്തി പെയിൻ്റ് അടിച്ച പോലെ ആയി അവിടെ. അപ്പോൾ അവിടെ നിന്ന് കാണിച്ചു കൊടുത്താൽ ജസ്റ്റ് കണ്ട, അവിടെ അങ്ങോട്ട് പെയിൻ്റ് അടിച്ച പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എറേസറൊക്കെ നമ്മളെ കയ്യിൽ കിട്ടിയാലും നമുക്ക് കയ്യിന് ഭാരമില്ലാതെ ശരീരം ക്ഷീണിക്കാതെയൊക്കെ പെട്ടെന്ന് നമ്മളെ പണി എടുക്കാൻ പറ്റൂലേ. മറ്റേത് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ബ്രഷോ അല്ലെങ്കിൽ എന്തെങ്കിലും ചകിരിയൊക്കെ ഇട്ട് ഉരക്കുകയാണെങ്കിൽ എത്ര സമയം വെച്ച് ഇങ്ങനെ ഉരതണം. ജോലിയൊക്കെ കഴിയുമ്പോൾ നമ്മളെ കൈ ഒരു വിധമായിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള മാജിക് എറേസറൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് നനച്ചുള്ളിപ്പണി പെട്ടെന്ന് തീർക്കാൻ പറ്റും. ഞങ്ങളിപ്പോൾ അത് ഞങ്ങളെ കയ്യിലുണ്ടായതുകൊണ്ടാണ് ഞങ്ങളെ വീടിൻ്റെ ഉള്ളിൽ മൊത്തം കഴിഞ്ഞ്. ഇനി നമ്മളെ പുറമേ ഉള്ള ചുമര് ഭാഗം ഉണ്ട്, അതും കൂടി ക്ലീൻ ആക്കണം. അപ്പം നമ്മളെ കയ്യിൽ ഇപ്പോൾ ഈ സാധനം ഇല്ല. അപ്പം ഇനി ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്കിത് എത്തിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള മാജിക് എറേസറൊക്കെ ആരെ കയ്യിലെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇനി ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ ഒന്ന് താഴെ വന്ന് കമൻറ്റ് ചെയ്യട്ടോ.